മുതൽ നോമ്പിലെ നമസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. വൈകിട്ട് 6 മണിക്ക് ദേവാലയത്തിൽ വെച്ച് സന്ധ്യ നമസ്കാരവും അതിനെ തുടർന്ന് നമുക്കറിയാം നോമ്പ് ആരംഭിക്കുന്ന സമയത്ത് നിരപ്പിന്റെ ശുശ്രൂഷയായ ശുഭകോണ ശുശ്രൂഷ നിർവഹിക്കുന്നവരുണ്ട് എന്നത്. അതായത് നോമ്പുകൾ നമ്മൾ എടുക്കുമ്പോൾ എല്ലാവരുമായിട്ട് നിരന്ന് സഹോദര സ്നേഹത്തിലായി തീർന്നതിന് ശേഷം മാത്രമാണ് ദൈവവുമായിട്ട് നമുക്ക് കാണുവാനും സംസാരിക്കുവാനും ഒക്കെ ഇടയാകത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് വരുന്നതിന് മുമ്പ് സഹോദരനോട് നിരന്നുകൊള്ളുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. നമ്മൾ വിശുദ്ധ നോമ്പെടുത്ത് ദൈവത്തിലേക്ക് അടുത്ത് വിശുദ്ധ പ്രാപിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ മുമ്പേ നമ്മൾ സഹോദരങ്ങളോട് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരോട് നമുക്ക് നിരപ്പാക്കേണ്ടത് രമ്യതയാവേണ്ടത് അനിവാര്യമാണ്. അതിന്റെ ക്രമീകരണമാണ് നോമ്പിനോട് ചേർന്ന് ആദ്യം ദിവസം ശുഭകോലം ശുശ്രൂഷയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം വൈകിട്ട് സന്ധ്യ നമസ്കാരത്തിന് ശേഷം ശുഭകോലം ശുശ്രൂഷ നടത്തപ്പെടുന്നു. എല്ലാവരും ആ സമയങ്ങളിൽ ദേവാലയത്തിൽ വരുവാനും ശുഭകോലം ശുശ്രൂഷയെ സംബന്ധിക്കാനും നിരപ്പാകി വിശുദ്ധ നോയമ്പ് സ്വീകരിക്കുവാനായിട്ട് ഇടയാക്കണമെന്ന് പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് കഴിയുന്ന സമയത്ത് മാത്രമേ ഈ വിശുദ്ധമായ നോമ്പെടുത്ത് ദൈവത്തോട് ചേർന്ന് നിർത്താനായിട്ട് സാധ്യമാണ്. പ്രകാരം പറയുന്നത് അനുദപിക്കുവാൻ അവസരമുള്ളപ്പോൾ അനുദപിച്ചുകൊള്ളുക. ദൈവത്തെ നേടുവാൻ കഴിയുന്ന സമയത്ത് അവനെ തിരികെ നേടുവാനായിട്ട് നമുക്ക് ഇടയാകണം. തെറ്റിപ്പോയ അവസ്ഥയിൽ നിന്ന് തിരികെ ദൈവത്തിലേക്ക് വർദ്ധിച്ചിട്ട് അനുഭവത്തിലേക്ക് ദൈവം കൂടെ നടക്കുന്ന അവസ്ഥയിലേക്ക് നടന്നെടുക്കുക എന്നതാണ് ഓരോ നോമ്പ് കാലത്തിലും നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യത്തിലേക്ക് ദൈവ ചൈതന്യത്തിലേക്ക് തിരികെ നടന്നെടുക്കുന്ന ദിവസങ്ങളാണ് 80 നോമ്പ് ദിവസങ്ങളാണ്. ഏലിയാവ് ദൈവത്തിന്റെ പർവ്വതമായ മോറിയ അവന്റെ വിശുദ്ധിയെ പ്രാപിച്ചിട്ടുണ്ട്. മോശ സീനായ മലയിൽ 40 ദിവസവും 40 പകലും നോമ്പെടുത്ത് അവന്റെ വിശുദ്ധിയും അവന്റെ തേജസ്സും ധരിച്ചതുപോലെ ഏലിയാവിനെ പോലെ മോശയെ പോലെ നോമ്പ് ക്രിസ്തുവിനെ പോലെ നമുക്കും ഈ നോമ്പ് വിജയകരമായി നോമ്പാൻ എല്ലാവരും ശ്രദ്ധിക്കും. ആ രീതിയിൽ അലസതയും മടിയും കാണിക്കില്ല. എന്നാലും കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാനിടയായി അവർക്കെല്ലാം നോമ്പ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കാത്തത് ഭവനങ്ങളിലെ മാതാപിതാക്കളുടെ നിർബന്ധമാണെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നത് കേൾക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് മാതാപിതാക്കളെ മക്കളെടുക്കുന്ന നോമ്പിനെ തടസ്സപ്പെടുത്തരുതേ. വെറുതെ അവരെ സാത്താന്റെ ചിന്തയുമായി പ്രലോഭനമായ മുമ്പിലേക്ക് ചെല്ലല്ലേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. എല്ലാ മാതാപിതാക്കളും മക്കളുമാരെ നോമ്പെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്കുണ്ടാവാൻ ഈ സമൂഹത്തോട് തെറ്റിനോട് അനീതിയോട് നോ പറയുവാനായിട്ട് അവരാർജിക്കേണ്ട സ്വഭാവ സവിശേഷത നോമ്പിലൂടെ നേടിയെടുക്കുവാനായിട്ട് സാധ്യമാക്കണം. നമ്മുടെ മക്കൾ തെറ്റിപ്പോകാതിരിക്കാൻ വിശുദ്ധിയിലും ദൈവാശ്രയത്തിലും ദൈവഭയത്തിലും വളർന്നു വരുവാൻ ഈ നോമ്പുകൾ അനിവാര്യമാണ്. ദൈവത്തോട് ചേർന്ന് ഇറങ്ങുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആ വിശുദ്ധി അവർക്ക് നിലനിൽപ്പാൻ സാധ്യമാകും. അതുകൊണ്ട് മാതാപിതാക്കളോട് പ്രത്യേകം എടുത്തു പറയുകയാണ്, മക്കൾ നോമ്പെടുക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്തരുത്. പ്രോത്സാഹിപ്പിക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. നിങ്ങളും നോമ്പെടുക്കണം. തിങ്കളാഴ്ച മുതൽ വരുന്ന 50 ദിവസം ആരുടെയും ഭവനങ്ങളിൽ നോമ്പിന് എതിരായിട്ടുള്ള ഒരു ഭക്ഷണവും കാണുവാനായിട്ട് നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നവരെ അവരുടെ നോമ്പും കൂടെ തെറ്റിക്കുവാൻ ഇടയാകരുതേ. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ഭവനത്തിൽ ഈ ദിവസങ്ങളിൽ നോമ്പിലെ ഭക്ഷണങ്ങൾ മാത്രം ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 50 ദിവസം നമുക്ക് നോമ്പെടുക്കാം, ജാഗരിക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ചിന്തയോടൊപ്പം ദൈവത്തോടൊപ്പം ആ വിശുദ്ധിയോടൊപ്പം നടക്കുവാൻ ഇടയാകാം. വീണ്ടും വരുന്ന ദിവസങ്ങൾ വർഷങ്ങൾ നമുക്ക് ആ ഒരു വലിയ ശക്തിയോടും ധൈര്യത്തോടും കൂടെ പോരാടുവാൻ നമുക്ക് ഇടയാകണം. എല്ലാവരും നോമ്പെടുക്കണം. നോമ്പെടുക്കാത്ത ആരും തന്നെ ഉണ്ടാകരുത് എന്ന് ഒരിക്കൽ കൂടി ശക്തമായി ഓർമ്മിക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുന്നതാണ്.